എല്ലാം മഴക്കോളുണ്ട്. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങി. തഞ്ചാവൂരോട്ട് എത്തുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തഞ്ചാവൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോളരാജാക്കന്മാർ നിർമ്മിച്ച 3 മഹാക്ഷേത്രങ്ങളിലൊന്നാണ്. നമ്മൾ ആദ്യത്തെ 2 ക്ഷേത്രങ്ങളുടെയും വീഡിയോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു. ഇത് 3ാമത്തെ ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് അകത്തേക്ക് പോയി കാണാം. രാജരാജ ചോളൻ 1 നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രം രാജരാജേശ്വരമെന്നും പ്രാദേശികമായി തഞ്ചൈ പെരിയ കോവിലെന്നും അറിയപ്പെടുന്നു. ചോള വാസ്തുവിദ്യാ ശൈലിയിൽ കാവേരി നദിയുടെ തീരത്തായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായ ബൃഹദീശ്വര ക്ഷേത്രം തമിഴ് വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ മാതൃകയുമാണ്. കിഴക്കോട്ട് ദർശനമായ ഈ ക്ഷേത്രത്തിനു ചുറ്റും ഒരു കാലത്ത് ജലാശയമുണ്ടായിരുന്നു. കിഴക്കുഭാഗത്തെ ആദ്യത്തെ കവാടം കേരളാന്തകൻ തിരുവാസൽ എന്നാണ് അറിയപ്പെടുന്നത്. കേരളാന്തകന്റെ പവിത്രമായ കവാടം എന്നത് രാജരാജ ചോഴന്റെ കുടുംബപ്പേരായ കേരളാന്തകൻ എന്ന വാക്കിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്നും ഏകദേശം 100 മീറ്റർ മുന്നിലായി രാജരാജൻ തിരുവാസൽ എന്നറിയപ്പെടുന്ന അകത്തെ മുറ്റത്തെ ഗോപുരം പുരാണങ്ങളിൽ നിന്നും മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള രംഗങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതാണ്. ചോളരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച 3 ക്ഷേത്രങ്ങളായതുകൊണ്ട് തന്നെ ഈ 3 ക്ഷേത്രങ്ങളുടെയും നിർമ്മാണ രീതിയും കൊത്തുപണികളുമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആ ഗോപുരങ്ങളിലുള്ള നിർമ്മിതികൾ, ആ ഗോപുരത്തിൻ്റെ ആ ഒരു രീതി, കാര്യങ്ങൾ, ദ്വാരപാലകരുടെ ശില്പങ്ങൾ, ഇതൊക്കെ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശില്പികളുടെ ആ ഒരു മനോധർമ്മം അനുസരിച്ച് ചെയ്തതാണ്. കാരണം അവിടെയും നമ്മൾ ഇതേ തരത്തിലുള്ള ഒരുപാട് ശില്പങ്ങൾ ആ ഒരു 2 ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. തഞ്ചാവൂരിലെ ക്ഷേത്രത്തിനകത്തും ഏകദേശം ഇതേപോലുള്ള കാഴ്ചകളായിരിക്കും. എന്തായാലും നമ്മൾ അകത്തേക്ക് കയറുന്ന പക്ഷേ ഇവിടെ ഒരു കർശനമായ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിനകത്തേക്ക് ക്യാമറ കടത്തി വിടുമോ, അകത്ത് ഫോട്ടോഗ്രാഫി അനുവദിയുമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമ്മളിനി പറ്റുമെന്നുണ്ടെങ്കിൽ അകത്തെ കാഴ്ചകൾ കാണിക്കാം. അവിടെ നിന്നും വിശാലമായ ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉന്നത ഗോപുര പ്രൗഢിയിൽ നിലകൊള്ളുന്ന ബൃഹദീശ്വര ക്ഷേത്രം നമ്മെ അതിശയിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ശിവന് സമർപ്പിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിനു ചുറ്റും നിരവധി ഉപദേവാലയങ്ങളുമുണ്ട്. ഏറ്റവും ആദ്യം ശ്രീകോവിലിന് അഭിമുഖമായിരിക്കുന്ന നന്ദികേശ വിഗ്രഹം. മുഖമണ്ഡപത്തിന് അഭിമുഖമായി നിൽക്കുന്ന നന്ദികേശ വിഗ്രഹത്തിന് ഏകദേശം 25 ടൺ ഭാരമുണ്ട്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ നന്ദി വിഗ്രഹത്തിന് 2 മീറ്റർ ഉയരവും 6 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുണ്ട്. ഏകശിലയിൽ നിർമ്മിച്ചിട്ടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ നന്ദിരൂപവും ഇതാണ്. തഞ്ചാവൂരിലെ ഈ ഒരു ബൃഹദേശ്വര ക്ഷേത്രത്തിന് ദക്ഷിണമേരു എന്നൊരു പേര് കൂടിയുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലെ തിരുവുടയാർ കോവിൽ എന്നും ഒരു പേരുണ്ടായിരുന്നു. ഇപ്പോഴാണ് തഞ്ചാവൂർ പെരിയ കോവിൽ, ബൃഹദീശ്വര ക്ഷേത്രം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളെന്ന് പറയുന്ന ആ രാജഭരണം നടത്തുന്ന ആ ഒരു വംശത്തിൻ്റെ ഒരു പ്രൗഢിയുടെ പ്രതീകമായിരുന്നു. അതുകൊണ്ടാണ് അവർ ക്ഷേത്രങ്ങൾക്കും മറ്റും ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തത്. എന്തായാലും ഇത്രത്തോളം വർഷങ്ങളായിട്ടും ആ ഒരു രാജാവിൻ്റെ പേര്, രാജരാജ ചോഴൻ എന്നുള്ള പേര് ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവരുടെയും മനസ്സിലെത്തും. പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലൊക്കെ തമിഴിലോ മറ്റേതോ ഒരു ഭാഷയിൽ, കൂടുതലും തമിഴിലായിരിക്കണം, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പതിനൊന്നാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഒരു കിടങ്ങിന് ചുറ്റുമാണ് നിർമ്മിച്ചിട്ടുള്ളത്.
അക്കാലത്തുണ്ടായ പല ആക്രമണങ്ങളിലും ക്ഷേത്രത്തിന് ധാരാളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ കൂടുതൽ മണ്ഡപങ്ങളും മറ്റും കൂട്ടിച്ചേർക്കപ്പെട്ടു. 16-ാം നൂറ്റാണ്ടിന് ശേഷം നിർമ്മിച്ച കോട്ടമതിലുകൾക്കുള്ളിലാണ് ക്ഷേത്രം ഇപ്പോഴുള്ളത്. ഗ്രാനൈറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ്. ക്ഷേത്ര സമുച്ചയം ഏതാണ്ട് 2 സമചതുരങ്ങളുള്ള ദീർഘചതുരാകൃതിയിലാണ്. അർദ്ധമണ്ഡപം, മുഖമണ്ഡപം, മഹാമണ്ഡപം, ശ്രീകോവിൽ എന്നിങ്ങനെയാണ് ക്ഷേത്രഘടന. പ്രദക്ഷിണത്തിനായി 450 മീറ്റർ ചുറ്റളവുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് വെളിയിലായി നിർമ്മിച്ചിട്ടുള്ള തൂണുകൾ നിറഞ്ഞ വരാന്തയ്ക്ക് ചുറ്റുമതിലിന് 2 ഭിത്തികളാണുള്ളത്. 1777 ഫ്രഞ്ച് കൊളോണിയൽ സൈന്യം ക്ഷേത്രം അവരുടെ ആയുധപ്പുരയാക്കി മാറ്റുകയും പുറത്തേക്ക് വെടിയുതിർക്കാവുന്ന രീതിയിൽ പുറംഭിത്തി ഉയർത്തുകയും ചെയ്തു. അടി ഉയരമാണ് ശ്രീവിമാനം എന്നറിയപ്പെടുന്ന ക്ഷേത്ര ഗോപുരത്തിനുള്ളത്. ചതുരാകൃതിയിൽ തുടങ്ങി വൃത്താകൃതിയിൽ അവസാനിക്കുന്ന തരത്തിലുള്ള വിമാനത്തിന് 80 ടൺ ഭാരമുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ ശിവലിംഗത്തിന് 13 അടിയാണ് ഉയരം. ഗണപതി, മുരുകൻ, പെരിയനായകി തുടങ്ങി 36 ഉപദേവാലയങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിലെ കൊത്തുപണികൾ കാണിക്കാനേ ഈ ഒരു ക്യാമറയൊന്നും പോരാ. അത്രത്തോളം നമ്മളിവിടെ വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. കാരണം ഒരു ദിവസം മുഴുവൻ എടുത്ത് ഷൂട്ട് ചെയ്താലും തീരാത്തത്ര രീതിയിലുള്ള കൊത്തുപണികളാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്രത്തോളം ഫിനിഷിങ്ങിലാണ് ഓരോ വർക്കും ചെയ്ത് വെച്ചേക്കുന്നത്. നമിച്ചു പിതാക്കന്മാരെ. നമ്മൾ അപ്പുറത്ത് കണ്ടതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ശില്പമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഒരു ആനയുടെ തുമ്പിക്കൈയിൽ കുതിരപ്പുറത്തിരുന്ന ഒരാളെ തൂക്കിയെടുത്തേക്കാണ്. കയറിപ്പോകാനുള്ള സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൻ്റെ വശത്ത് ഇത്രയും പണികളുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ എത്രത്തോളം വർക്കുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഊഹിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെയും വ്യത്യസ്തമല്ലാത്ത രീതിയിൽ തന്നെ ഒരാളെ കയ്യിൽ തൂക്കിയെടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം. ഒരു കുതിരയുടെ ശില്പമാണ്. പല ഭാഗങ്ങളായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ഇതാണ്. അതിൻ്റെ മുകളിലത്തെ ഇരിക്കാനുള്ള ആ ഒരു കൊത്തുപണികൾ ഉൾപ്പെടെ അതിൻ്റെ കഴുത്തിലെ കയറ്, മണികൾ, മറ്റ് അലങ്കാരത്തിനുള്ള സാധനങ്ങളെല്ലാം വെച്ച് എന്ത് ഫിനിഷിങ്ങാണ് നമുക്ക് പാറയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആ കയറിലെ പിരി പോലും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രത്തോളം ഫിനിഷിങ്ങിലാണ് ആ കയറിലെ കെട്ട് വരെ ചെയ്ത് വെച്ചേക്കുന്ന കല്ലിൽ. അതിൻ്റെ ചുറ്റുള്ള മണി അത്രത്തോളം കഴിവുള്ള ആളുകളായിരിക്കും അന്നത്തെ കാലത്തുണ്ടായിരുന്നത്.
രാജരാജ ചോളൻ ഒന്നാമൻ ഈ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ പ്രധാന ഗോപുരവും മഹാമണ്ഡപവും ആണ് നിർമ്മിച്ചത്. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ പെരിയനായകിയമ്മൻ സന്നിധിയും തഞ്ചി നായിക് വംശത്തിൽപ്പെട്ട സെവപ്പ നായകർ സുബ്രഹ്മണ്യ ക്ഷേത്രവും നിർമ്മിക്കുകയാണ് ഉണ്ടായത്. അതേ കാലത്ത് തന്നെയാണ് നന്ദിമണ്ഡപവും നിർമ്മിച്ചിട്ടുള്ളത്. സംസ്കൃത നാമമായ വിമാനം എന്നറിയപ്പെടുന്ന പ്രധാന ഗോപുരത്തിന് 16 നിലകളാണുള്ളത്. കൊത്തുപണികൾ കൊണ്ടും നിർമ്മാണത്തിലെ സങ്കീർണതകൾ കൊണ്ടും വളരെ സവിശേഷത അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. വളരെ സൂക്ഷ്മവും കൃത്യതയുള്ളതുമായ ശിലാശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് ധാരാളം കാണാവുന്നതാണ്. ക്ഷേത്രത്തിനുള്ളിലും നന്ദികേശ മണ്ഡപത്തിന്റെ മുകളിലുമായി ധാരാളം ചുവർ ചിത്രങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ചോള കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള ആ ചുവർ ചിത്രങ്ങൾ ഇന്നും സംരക്ഷിച്ചു പോരുന്നു. ബൃഹദീശ്വര ക്ഷേത്രം രാജരാജേശ്വരമെന്നും പെരുവടയാർ കോവിലെന്നും അറിയപ്പെടുന്നുണ്ട്. ബൃഹനായകി ക്ഷേത്രത്തിലെ പിൽക്കാല ലിഖിതത്തിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ പെരിയ ഉദയ നായനാർ എന്നും സൂചിപ്പിക്കുന്നു. യുനെസ്കോയുടെ പൈതൃക സൈറ്റായ ഇവിടം ഇന്ന് തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് സംരക്ഷിച്ചു വരുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് തഞ്ചൈ പെരിയ കോവിൽ എന്ന ബൃഹദീശ്വര ക്ഷേത്രം.